എന്താ ദേവിക, എന്തായി കാര്യങ്ങള്? ആ വീഡിയോ കണ്ട് രജനി വല്ലാതെ ടെൻഷനിൽ അങ്ങോട്ട് വന്നത്. പിന്നെ ഇത്തരമൊരു വിഷയത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാ അങ്ങോട്ട് വരാത്തതും വിളിച്ചു ചോദിക്കാത്തതും. ഇവിടെ കുറച്ച് തർക്കവും സംസാരവും ഒക്കെ നടന്നു. അച്ഛന് ദേഷ്യം വന്ന് എങ്ങോട്ടും ഇറങ്ങിപ്പോയി. രജന ചേച്ചി, അമ്മയും നന്ദു ഒക്കെ അച്ഛനോട് ദേഷ്യപ്പെട്ടു. അല്ല, ആരീ തനൂജ? അവള് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ദേവിക്ക് എന്താ തോന്നുന്നത്? അച്ഛനൊരിക്കലും കള്ളം പറയുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല ഗിരീഷേട്ടാ. പക്ഷേ ഇവിടെ അമ്മയും രജന ചേച്ചിയൊക്കെ ബഹളം ഉണ്ടാക്കുന്നതിനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അച്ഛൻ എങ്ങോട്ടാ പോയെന്ന് അറിയാത്തോണ്ടാ ഞാൻ വിളിച്ചത്. ഗിരീഷേട്ടനെ കാണാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടാവുമെന്ന് സംശയിച്ചു, അതാ വിളിച്ചത്. രജനിയും ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. രണ്ടു കൂട്ടരും വാശിയിൽ തന്നെയാ. അച്ഛൻ ഇറങ്ങിപ്പോയിട്ടും ആരും ഒന്ന് അന്വേഷിക്കുന്ന കൂടിയില്ല. എനിക്ക് പേടിയാവുന്നു ഗിരീഷേട്ടാ. ദേവിക വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. സാറിനെ ഞാൻ അന്വേഷിച്ചോളാം. ശരി ഗിരീഷേട്ടാ. ശരി. എന്താടാ ഗിരി? അമ്മേ, സിദ്ധാർത്ഥ സാറ് വീട്ടിൽ നിന്ന് പുറത്തെവിടെയോ പോയിന്ന്. അവിടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ. എന്താ ഗിരി? രജനി മോൾ ആകെ വിഷമിച്ചിരിക്കുമായിരിക്കും. നീ ഒന്ന് ചെല്ല്, അവക്കൊരു സമാധാനമാകട്ടെ. അവിടെ താനേ സമാധാനായിക്കോളും. എന്തായാലും രജനി അധിക സമയം അവിടെ നിൽക്കുന്നത് ശരിയല്ല. അല്ല, കുടുംബത്തിൽ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? പ്രഭയൊന്ന് സമാധാനിപ്പിക്കാൻ രജനിമോൾ അവിടെ വേണ്ടേ? ഇത് രജനിമോളെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? അതെ, എല്ലാവരും കൂടെ സംസാരിച്ച പ്രശ്നം വഷളാവുകയുള്ളൂ. സിദ്ധാർത്ഥൻ സാറിനെതിരെ ഇങ്ങനൊരു ആരോപണം വരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അമ്മ, ഇതിൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും സിദ്ധാർത്ഥ സാറ് വീട്ടുകാരെ മറന്ന് മറ്റൊന്നും ചെയ്യില്ല. ഇനിയിപ്പോ അഥവാ വീഡിയോയിൽ കണ്ട പോലെ തനുജ സാറിന്റെ മകളാണെങ്കിൽ ആ സത്യത്തിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുകയില്ല. ഇതിന് പുറകെ മറ്റെന്തൊക്കെയോ ഉണ്ട്. നാട്ടുകാർ നമ്മളോട് ഓരോന്ന് ചോദിച്ചു തുടങ്ങും. അമ്പലത്തിലെ ബഹളങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞതാ. ഇതും കൂടി ആവുമ്പോ ഇനി ചോദിക്കുന്നവരോട് എന്തു പറയും? ആദ്യം വീടിനകത്തുള്ളവരൊന്ന് സമാധാനപ്പെടട്ടമ്മേ, എന്നിട്ട് നാട്ടുകാരെ സമാധാനപ്പെടുത്തിയാ പോരെ? ദേവിക. മുരളിയേട്ടാ, അച്ഛൻ വിളിക്കോ കാണോ മറ്റോ ചെയ്തോ? ഇല്ല, എന്തു പറ്റി? ആ വീഡിയോയുടെ പേരിൽ തർക്കവും ബഹളവും ഒക്കെ ആയിരുന്നു. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വഴക്കിനിടയില് അച്ഛൻ ഇറങ്ങിപ്പോയി. ഞാൻ ഗിരീഷേട്ടനെ വിളിച്ചിരുന്നു. ഗിരീഷേട്ടനും അറിയില്ല, അന്വേഷിക്കാന്നാ പറഞ്ഞേ. രജനി ചേച്ചി ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാരും അച്ഛനോട് വലിയ ദേഷ്യത്തിലാ. അതുകൊണ്ട് തന്നെ അച്ഛൻ അന്വേഷിച്ച് നന്ദു ഒന്നും ഇറങ്ങില്ല. മുരളിയേട്ടൻ ഒന്ന് അന്വേഷിക്കോ? ദേവിക വിഷമിക്കണ്ട, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കാം. പിന്നെ നമുക്കങ്ങനെ ഒന്നും പൂർണ്ണമായിട്ട് കുറ്റം പറയാനും പറ്റില്ല. എല്ലാം ഒന്ന് ശരിയായി വന്നതാ. അതിനിടയിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. മുരളിയേട്ടനൊന്ന് സഹായിക്കേ. പറഞ്ഞില്ലേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അങ്കിള് ചിലപ്പോ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഒന്ന് മാറിയതായിരിക്കും. ഞാൻ എന്തായാലും ഒന്ന് നോക്കാം. ശരി മുരളിയേട്ടാ, അച്ഛനെ കാണുവോ മറ്റോ ചെയ്താ വിളിക്കണേ. ശരി. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.